ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് ബീച്ച് കാണാൻ വേണ്ടി പോവാണ്. ആക്ച്വലി ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ബീച്ച്. ഇത് ശരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് പോക്കാട്ടോ. ശരിക്കും വിചാരിച്ചിട്ട് തന്നെയല്ല. മാമനും ആൻറ്റി നിൽക്കാൻ വന്നിരുന്നത്. അപ്പോൾ ആൻറ്റി വന്നപാടെ തന്നെ പറയുന്നത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ബീച്ചിൽ പോവാമെന്ന്. അപ്പോൾ ഞാൻ മഴ പെയ്യോ എന്താ അവസ്ഥ ഒന്നും കാലാവസ്ഥൻ്റെ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ വെച്ചിട്ടോ. എന്നാൽ പിന്നെ ബീച്ചിൽ പോകാൻ പറ്റിയ വൈബേനു. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നമ്മൾ വേഗം ബീച്ചിലേക്ക് ഇറങ്ങി. സംഭവം എടുത്താണെങ്കിലും ഡയറക്റ്റ് വേയിലൂടെ പോവുകയാണെങ്കിൽ ഒരു 100-150 രൂപ എന്തായാലും ഓട്ടോന് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എടുത്തുള്ളൊരു തൂക്കുപാലമാണ്. അവിടെ നിന്ന് തൂക്കുപാലം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 50 രൂപൻ്റെ ഒക്കെ ഓട്ടം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫയർ സ്റ്റേഷനാണ്. ഈ ഫയർ സ്റ്റേഷൻ്റെ എടുത്താട്ടോ തൂക്കുപാലം. അപ്പുറത്തൊരു കനോലിക്കൻ അല്ലെങ്കിൽ കാണണേ, ഞാൻ ഇപ്പോൾ വീഡിയോ കാണിച്ചു തരാം. ഈ തൂക്കുപാലം ഭയങ്കര രസമാട്ടോ, ഫോട്ടോസൊക്കെ എടുക്കാനുള്ള അടിപൊളി ഒരു വ്യൂ ആണ്. ഒരു ഇരുമ്പിൻ്റെ പാലാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇവിടെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കലുണ്ട്. അതിൻ്റെ അടിയിൽ കണ്ടോ ഒരു കനോലാണ് പോകുന്നത്. അതിൻ്റെ അടുത്താണ് ഫയർ സ്റ്റേഷൻ ഉള്ളത്. അവർക്ക് മേ ബി പെട്ടെന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതായിരിക്കും. എന്തായാലും വെള്ളം നമ്മൾ അവിടെ എത്തി, ഓട്ടോ കയറി. സംഭവം നമുക്ക് അവിടെ എത്തിയിട്ട് ബസ് കയറാന്നുള്ള പ്ലാൻ ഉണ്ടോ. പക്ഷെ ഞാൻ വീഡിയോ എടുത്തെത്തിയപ്പോൾ നേരെ വൈകിപ്പോയി. അപ്പോൾ ആ ബസ്സാണ് പോയത്. എന്തായാലും നമ്മൾ ബസ്സിൻ്റെ മുന്നിൽ ഓവർടേക്ക് ചെയ്ത് കഴിച്ച് നമ്മുടെ ഓട്ടോ എത്തി. പിന്നെ അവിടെ എത്തിയിട്ടുള്ള അടുത്ത ടാർഗറ്റ് ഉണ്ടെങ്കിൽ നീ കഴിക്കാൻ വാങ്ങണമല്ലോ എന്നാണ്. അപ്പോൾ ഐസ്ക്രീമും ചോക്കോബാർ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ എന്തായാലും മാംഗോ ബാറാണ് വാങ്ങിയത്. അങ്ങനെ നമ്മൾ തൂവൽത്തീരം ബീച്ചിലായിട്ടോ ഗൈസ് പോകുന്നത്. അങ്ങനെ ഇതാണ് അതിൻ്റെ കവാടം, മീൻ കവാടം. നല്ല രസമല്ലേ കാണാനും, അടിപൊളി. ഇതിൻ്റെ ആ ഒരു ആർക്കിടെക്ചറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഈ മരം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഒരാളവിടെ പോയിക്ക് നല്ല അടിപൊളി ഫോട്ടോ കിട്ടും. കേട്ട പാടന്നെ മിഫ ചാടിപ്പോയി അവിടെ പോയി കേട്ടോ. ഇതാണ് ഗൈസ് തൂവൽത്തീരം ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ പാലം കണ്ടില്ല, ആ പാലത്തിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു അന്ന് ബോട്ട് അപകടം നടന്നത്. 22-21 ആൾക്കാർ മരിച്ചത് അന്നൊരു ബോട്ട് അപകടം അവിടെയാണ്. പിന്നെ ആ ഒരു പച്ച കാണുന്നില്ല, പച്ചപ്പ്, അത് അവിടെ ഒരു കരയാണ്. നമ്മൾ നിൽക്കുന്ന വേറൊരു കരയാണ്. പിന്നെ ഈ ഡയറക്റ്റ് കാണുന്നത് ഒരു പുഴയാണ്. ആ സൂര്യൻ്റെ അടിയിൽ കാണുന്ന ഒരു കടലാണ് ഗൈസ്. അപ്പോൾ എല്ലാം കൂടി ഒരു മിക്സഡാണ് സംഭവം. അതായത് ഈ ഒരു കരയിടുക്കാണ്, 2 കരകൾ തമ്മിൽ ഈ പുഴയും കടലും കൂടി വേർതിരിക്കുകയാണ് സംഭവം ചെയ്യുന്നത്. എന്തായാലും നല്ല രസമാട്ടോ. ഇവിടെ കുറേ ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. ആ കടല് അധികം ശക്തമായി അടിക്കുമ്പോൾ ഈ പുഴ തിരിച്ചങ്ങോട്ട് അടിക്കുന്നാൽ തിരമാല വളരെയധികം കുറവാണ്. എനിക്ക് അവിടെ എത്തിയിട്ട് അതാണ് മനസ്സിലായത്. പിന്നെ ഗൈസ് ഞാനൊരു വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു തേങ്ങ ഗൈസ്, അപ്പോൾ അതിനായിട്ട് മാറ്റിയിട്ടാണ് ഗൈസ്. മീഫോട്ട് കുറേ ചിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടെങ്കിൽ കുട്ടികൾ വീട്ടിൽ നിന്ന് കടല ഉണ്ടാക്കിയിട്ട് കടല വന്ന് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോടിങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് തത്താ കടല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സംഭവം. അപ്പോൾ നമ്മൾ കടല വാങ്ങിയിട്ട് ഇങ്ങനെ കടലും ആസ്വദിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ തൂവൽത്തേടിൻ്റെ സൈഡിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അവിടെ ഒരാളെ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അന്നത്തെ ആ ബോട്ട് അപകടം ഉണ്ടായതിനു ശേഷം അധികം അങ്ങോട്ടേക്ക് ആരും പോകാൻ സമ്മതിക്കുന്നില്ല. ഇത് അവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആട്ടോ. ഇപ്പം അതില്ല. ചിലപ്പോൾ അപകടം ആയതുകൊണ്ടായിരിക്കും ചിലത് പല കാര്യങ്ങളും മാറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ പാർക്കുകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഓരോ യന്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പം ഇല്ല കേട്ടോ. അതൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ ഉടനെ കഴിച്ച് ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ഞാനും മിഫ വിചാരിച്ചു എന്നാൽ പിന്നെ മാംഗോ വാങ്ങി വരാമെന്ന്. അങ്ങനെ നമ്മൾ മാംഗോ വാങ്ങാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ 3 മാംഗോ കേട്ടോ വാങ്ങി. അതിന് ശേഷം ചേച്ചൊരു നല്ല മുളക് പൊടിയിട്ടുള്ള ഒരു സോസ് വന്നു ഗൈസ്. അടിപൊളി സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ പോപ്കോൺ തന്നെ പലതുണ്ടായിരുന്നു, എരിവുള്ളത്, അങ്ങനെ എന്തൊക്കെ വെറൈറ്റി സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സാധാ പോപ്കോൺ ആട്ടോ വാങ്ങിയിട്ടുള്ളത്. അത് രണ്ടും കൂടി വാങ്ങി വരുന്ന മിഫന്റെ സന്തോഷമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്.
അങ്ങനെ നമ്മൾ ഏതായാലും ബീച്ചിൽ നിന്ന് വരല്ലേ ഗൈസ്, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വീണ്ടും എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വീണ്ടും എടുത്തു. അങ്ങനെ മനസ്സില്ലാ മനസ്സോട് ഞാൻ ബീച്ചിനോട് ടാറ്റ പറയാണ് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ വരാൻ നേരത്തെ ബീച്ച് നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ വരാനും ഒട്ടും മനസ്സിലായിരുന്നു. എന്തായാലും വീട്ടിലെത്തേണ്ട ഗൈസ്, അപ്പോൾ നേരത്തെ ഇറങ്ങി വെച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാണ്. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്.